അപ്പോൾ പ്രവചനം മുടങ്ങരുത് എന്ന് ഞാൻ പറയുമ്പോൾ ഈ പ്രവചനം അരുത്. പ്രവചിക്കുകയാണ് താനെന്ന് തനിക്ക് മാത്രമേ തോന്നാവൂ, കേൾക്കുന്നവന് തോന്നരുത്. എങ്കിൽ മാത്രമേ മനനം നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പരസ്പരമുള്ള എതിർപ്പ് വിഷയങ്ങളിലേക്ക് പോകാനും പ്രവചിക്കുമ്പോൾ തന്നെ മറ്റേയാൾ വിഷയലോകങ്ങളെ ആസ്പദമാക്കി ചിന്തിക്കുവാനും ചർച്ച ചെയ്യുവാനും ഇടയാവും. അത് മനസ്സിനെ കാലുഷ്യമുള്ളതാക്കി തീർക്കുകയും ചെയ്യും. ശാസ്ത്രം പഠിക്കാനുള്ള അഭിരുചിയും ശാസ്ത്രത്തിന്റെ അനുഗ്രഹവും ശാസ്ത്രം പഠിപ്പിച്ച പാരമ്പര്യത്തിന്റെ അനുഗ്രഹവും നമുക്കതുകൊണ്ട് നഷ്ടമാവും. അദൃഷ്ടം കുറയും, അദൃഷ്ടമായ അനുഗ്രഹം കുറയും. അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദിവസവും പ്രവചനം നിർത്തരുത്. എന്നാൽ ശ്രദ്ധിച്ചു വേണം പ്രവചനം ചെയ്യാൻ. നമ്മെ കേൾക്കാതെയോ കേൾക്കയോ നിന്ദിക്കും എന്ന് തോന്നുന്നവരോട് പ്രവചിക്കരുത്. അവരുടെ നിന്ദ നമ്മളെ ആസ്പദമാക്കിയാണെങ്കിലും ആ നിന്ദ ശാസ്ത്രത്തിനാണ് കൊള്ളുക, നമുക്കല്ല. നമ്മൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണെങ്കിലും ശാസ്ത്രത്തെ നിന്ദിക്കുമ്പോൾ ശാസ്ത്രത്തെ നിന്ദിക്കുവാൻ നമ്മുടെ പ്രവചനം കാരണമായി എന്നതിന്റെ പാപവും നാം ഏറ്റെടുക്കേണ്ടി വരും. ശാസ്ത്രം ആവശ്യമുള്ളവരോടെ പ്രവചിക്കാം. ഇതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. ക്ലിയറായി വിചാരിക്കുന്നു. ശാസ്ത്രത്തെ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാരണം കൊണ്ട് ആരെങ്കിലും നിന്ദിക്കുവാൻ ഇടയുണ്ടാവരുത്. കാരണം ശാസ്ത്രം പരമമാണ്, എന്നെയും നിങ്ങളെയും കാൾ മുകളിലാണ്. നിങ്ങളൊരു ശാസ്ത്രത്തെ പറയുമ്പോൾ നിങ്ങളോട് അത് കേൾക്കുന്ന എനിക്ക് വെറുപ്പുണ്ടാകുമ്പോൾ അവന്റെ ഒരു ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഞാൻ അറിയാതെ നിന്ദിച്ചിരിക്കുന്നത് നിങ്ങളെയല്ല, ആ ശാസ്ത്ര സത്യത്തെയാണ്. തീർച്ചയായും വേണ്ടാത്തടത്ത് വിളമ്പിയതുകൊണ്ട് വിശപ്പുള്ള ആയിരക്കണക്കിന് ആളുകളിലേക്ക് അവർക്ക് ആഹാരം കൊടുക്കാതെ ഉടുത്തൊരുങ്ങി വന്നവനെ കണ്ട് ആഹാരം വിളമ്പിക്കൊടുത്ത് അവൻ തട്ടിത്തൂയി പോകുമ്പോൾ ആ നിന്ദിച്ച ആഹാരത്തിന്റെ ഒരു ശാപം വിളമ്പി എനിക്കും ബാധകമാണ്. നിങ്ങൾ ആർക്കാണ് ആഹാരം കൊടുത്തത്? ഉണ്ട് വയറ് നിറഞ്ഞവന് വീണ്ടും കൊടുക്കാൻ വേണ്ടി. അവൻ വേണ്ടാന്ന് പറഞ്ഞു, നിങ്ങൾ സമ്മതിച്ചില്ല. അങ്ങനെയല്ല, ഇത് സ്പെഷ്യലാണ്, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, ഇരിക്കണം, കഴിക്കണം. അവനതെല്ലാം അവിടെ തട്ടിത്തൂവുമ്പോ പിന്നെ നിങ്ങൾക്ക് ദണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല. മഹാനാണെന്നാ വിചാരിച്ച്, വലിയ ആളാണെന്നാ വിചാരിച്ച്, ഞാൻ അത്ര കഷ്ടപ്പെട്ട ഉണ്ടാക്കി, അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, അദ്ദേഹം ഒന്ന് ചിരിച്ചോ, ഒന്ന് പെരുമാറിയോ? കാരണം അയക്കാൻ ആഹാരം വേണ്ടായിരുന്നു. അപ്പുറത്ത് ഇത് നോക്കി വെള്ളമിറക്കി നിൽക്കുന്ന 3 ദിവസമായി പട്ടിണി നിൽക്കുന്നവന് നിങ്ങൾ കൊടുത്തില്ല. ഈ ആഹാരം മേശപ്പുറത്ത് തുണിയും വിരിച്ച് പ്രത്യേകം പ്ലേറ്റും കഴുകി തുടച്ച് പ്രത്യേകമായി വന്ന് പ്രത്യേക വിധാനങ്ങളോടുകൂടി വിളമ്പിക്കൊടുക്കുന്നതിനേക്കാൾ ആ പറമ്പിലേക്ക് ഇറക്കി പറമ്പിലൊരു ഇലയും വെച്ചും കൊടുത്തിരുന്നെങ്കിൽ അവൻ സ്വാദിഷ്ടമായി വാരി കഴിക്കുമായിരുന്നു. നിങ്ങളെ കാണുമ്പോഴൊക്കെ അവൻ നമസ്കരിക്കുമായിരുന്നു. എന്റെ ശരീരത്തിൽ ചേർന്ന ആഹാരമാണ്, എനിക്ക് വേണ്ടിയിരുന്നു അത്. ഞാൻ എത്ര ദിവസം പട്ടിണി കിടന്നിട്ടാണ് ആഹാരം കിട്ടിയത്. അവന്റെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളിലും നിങ്ങളെ സ്മരിക്കുമായിരുന്നു. അവിടെയേ വിളമ്പോ.
അവിടെ മാത്രമേ വിളമ്പാവൂ. അല്ലെങ്കിൽ ആ അന്നത്തിന്റെ ശാപമുണ്ടാകും. അന്നത്തിൽ ഭക്തിയും അന്നത്തിൽ വിശ്വാസവും അന്നം കൊണ്ടാണ് ലോകം വളരുന്നതെന്നുള്ള വിചാരവും അന്നം കൊണ്ട് ശരീരം ഉണ്ടാവുകയും ശരീരം അന്നമായി തീരുകയും ചെയ്യുന്നത് കൊണ്ട് അന്നമയമാണ് പ്രപഞ്ചമെന്നറിയുകയും ചെയ്യുന്നവനെ വിളമ്പാവൂ. ഇത് വിധിയാണ്, ശ്രൗതമായ വിധി. അന്നാർ ഭവന്തി ഭൂതാനി എന്നൊക്കെ ഗീത. അന്നാത്വയേവ ഖൽവിമാനി ഭൂതാനി ജായന്തി എന്ന് ശ്രുതി. അന്നത്തിനും അറിവിനും ഈ നിയമം ഒരുപോലെ ബാധകമാണെന്ന് തൈത്തരീയം. അന്ന അങ്ങനെ കൊടുത്തു നോക്കി. ഒരു ദിവസം ഒരാൾക്കെങ്കിലും അന്നം കൊടുക്കാതെ കഴിക്കരുത്. ഒരു കുസൃതി ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വരുന്നു എന്ന് തോന്നുന്നു ചിലരെങ്കിലും. അതിനാരെങ്കിലും വരണ്ടേ? ചിലരെ എന്നെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി. കൊടുക്കാൻ നിങ്ങളുടെ മനസ്സ് വെക്കുന്നെങ്കിൽ ആളെ തീരി. അവര് കള്ളന്മാരാണെന്ന് കണ്ടെത്തുന്ന നിങ്ങളുടെ ബോധത്തിന്റെ കള്ളം, സൂക്ഷ്മബോധത്തിന്റെ കള്ളം സ്ഥൂലമായ കള്ളനേക്കാൾ എത്ര വ്യാപകമാണ്. പത്രം വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നല്ല എന്റെ ചോദ്യം, ബോധമാണോ സൂക്ഷ്മം? ആ നിൽക്കുന്ന മനുഷ്യനാണോ സൂക്ഷ്മം? ബോധം. ആ നിൽക്കുന്ന മനുഷ്യൻ സ്ഥൂലം. എഗെയിൻ സ്ഥൂലമായ മനുഷ്യനെ കള്ളനാണെന്ന് കാണുന്നത് എന്റെ ബോധമാണോ? ആണോ? ആണ്. എന്റെ ബോധത്തിൽ കള്ളനെ സംപ്രേഷണം ചെയ്ത് കള്ളനെ കാണിക്കുന്ന വിധം എന്റെ സൂക്ഷ്മമായ ബോധം കള്ളനായി തീരുമ്പോൾ ആ ബോധം സ്വപ്നവും ജാഗ്രതവും സുഷുപ്തിയുമായി വ്യാപിച്ച് കള്ളനായി നിൽക്കുമ്പോൾ ഒരു വസ്തു നിങ്ങൾ അറിയാതെ എടുത്തുകൊണ്ടുപോയി എന്ന സ്ഥൂലമായ ഒരു തെറ്റ് മാത്രമാണ് ഇനി അവൻ കള്ളനാണെങ്കിൽ പോലും ചെയ്യുന്നത്. അവന്റെ കളവ് ഒരു വസ്തു കൊണ്ട് തീരുമ്പോൾ നിങ്ങളിലെ കള്ളൻ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലെല്ലാം വ്യാപിച്ച് സാർവജനീനമായി വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അവനിലെ കളവിനെ ഒരു വസ്തു കൊണ്ട് തീർക്കാം. അവൻ കണ്ടൊരു വസ്തു അവന് കക്കണമെന്ന് തോന്നി. നിങ്ങളുടെ ഒരു മൊബൈൽ, നിങ്ങളുടെ വീട്ടിലെ ഒരു ഫ്രിഡ്ജ്, നിങ്ങളുടെ വീട്ടിലെ ഒരു സാധനം 1000-ഓ 10,000-ഓ 50,000-ഓ രൂപ കൊണ്ട് അവൻ ശുദ്ധനായി. ലോകത്തിൽ ഒരു കൊലപാതകവും ഒരു കളവും അതിന് വിധേയമാകുന്നവന്റെ സ്വപ്നത്തിലോ ജാഗ്രതത്തിലോ സുഷുപ്തിയിലോ അതിന്റെ ബീജമില്ലാതെ നടക്കുന്നില്ല. കൊന്നവനേക്കാൾ കൊല്ലപ്പെട്ടവന്റെ ഒരാഗ്രഹമാണ് സാധിക്കുന്നത്. വിധിനിഷേധങ്ങൾക്കും നിയമങ്ങൾക്കും തത്വചിന്തയില്ലാത്തതുകൊണ്ട് ജുഡീഷ്യറിയുടെ ക്രിമിനലും സിവിലുമായ പ്രൊസീജിയറുകൾക്ക് പിന്നിൽ ശക്തവും വ്യക്തവുമായൊരു ശ്രുതിയോ ഒരു തത്വചിന്തയോ ഇല്ലാത്തതുകൊണ്ട് കാലാകാലങ്ങളിൽ വരുന്ന പരിണാമത്തിനനുസരിച്ച് കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾക്കനുസരിച്ച് അവയെ സ്ഥൂലമായി വ്യാഖ്യാനിക്കുവാൻ മാത്രം കൽപ്പുള്ള ബുദ്ധിജീവികളുടെ വ്യാഖ്യാന കൗശലങ്ങളിൽ രൂപപ്പെടുന്നതാകൊണ്ട്
അവയ്ക്ക് ഇന്നേ വരെ അവശ്യംഭവിയായ ഒരു കുറ്റകൃത്യവും തടയാനാവുന്നില്ല എന്ന് മാത്രമല്ല, അവയും ഏതോ ഒരു വിദൂരസ്ഥമായ ചിന്തയുടെ അടിമത്തത്തിലിരുന്ന് പ്രകൃതിയുടെ നിയമത്തിന് അനുഗുണമായി പോകേണ്ടി വരുന്നു. ഞാൻ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുകയോ ഞാൻ ശിക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുകയോ എന്റെ വസ്തു മറ്റൊരാൾ എടുത്തുകൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയോ എന്റെ സ്വപ്നത്തിലോ ജാഗ്രതയിലോ സുഷുപ്തിയിലോ ചെയ്യുമ്പോൾ അത് ലാഘവത്തോടെ ഞാൻ എങ്ങനെ പൂട്ടിവെച്ചാലും അതിന് അർഹതയുള്ളവൻ എടുത്തുകൊണ്ട് പോകാൻ ഈ ഭൂമിയിൽ സാഹചര്യം ഒരുങ്ങുന്നു. മൂന്ന് ദിവസവും ഈ സഞ്ചി ഞാൻ ഇവിടെ എത്തത്. നിങ്ങൾ ആരും അതിൽ നിന്ന് ഒന്നും എടുത്തുകൊണ്ട് പോയില്ല. അതില് ആരുടെ ഒരാളുടെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നുമൊക്കെ. ഇനിയും പരീക്ഷിച്ചു നോക്കാം. അവസരമൊന്നും പോയില്ല. രാവിലെ 7 മണിക്ക് ഇതിവിടെ കൊണ്ട് ഇട്ടിട്ട് പോയതാ. പോകാൻ വഴിയില്ല. ഇനി എങ്ങാനും പോയാൽ അത് അവന്റെത്, എന്റെ അല്ല. ഞാൻ നേരത്തെ അവന്റെ മോഷ്ടിച്ചതാണ്. അത് ഉടമസ്ഥന് തിരിച്ചു കിട്ടി എന്ന് സന്തോഷിക്കുക. നത്തിങ് മോർ. ഇതിന്റെ തത്വചിന്ത വളരെ സ്ട്രോങ് ആണ്. ഇതിന്റെ ദർശനം വളരെ ഈടുവയ്പുള്ളതാണ്. എനിക്കോ നിങ്ങൾക്കോ മനസ്സിലാവില്ല എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും മനസ്സിലാവും. മറ്റതിന് മാറ്റില്ല. ഏതോ ഒരുവൻ എവിടെയോ ഒരിടത്ത് കൊല്ലപ്പെടുന്നു. കൊലപാതകിയെ പിടിക്കാൻ പോലീസുകാർ ഓടുന്നു. ഒരു കൊലപാതകി ചെയ്ത കൊലപാതകത്തിന് 100ഓളം നിരപരാധികളെ വിളിച്ച് വസ്ത്രമഴിച്ച് ഐസ് കട്ടയിൽ കിടത്തുന്നു. മുതുകത്ത് തല്ലുന്നു. പേശികളിൽ റൂൾത്തടികൾ ഉരുളുന്നു. ബൂട്ട്സ് കൊണ്ട് കാലി ചവിട്ടിപ്പിടിക്കുന്നു. നഖത്തിനിടയിൽ മുട്ടുസൂചികൾ കയറ്റുന്നു. ചെയ്തിട്ടില്ലാത്തവനെ കൊണ്ട് ചെയ്തു എന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നു. ദിവസങ്ങളോളം മാസങ്ങളോളം അത് നടന്ന ഏരിയയിൽ മുഴുവൻ കുറ്റവാളിയും കൊലപാതകിയുമായവൻ നടത്തിയ താണ്ഡവത്തെക്കാൾ ശക്തമായ താണ്ഡവം വിദ്യാഭ്യാസമുള്ളവരും അധികാരമുള്ളവരും നടത്തുന്നു. കുറ്റം തെളിയിക്കാൻ. ഒരു കൊലപാതകത്തെ ആ നാട് സഹിച്ചാൽ ഇത്രയും പീഡനം ഉണ്ടാവില്ല. തെളിയിപ്പിക്കാൻ മാധ്യമങ്ങൾ ഓടുന്നു. അവസാനം കുറ്റം തെളിയിക്കാൻ ലോക്കൽ പോലീസിന് കഴിയില്ല എന്ന് പറഞ്ഞ് കൈ വലിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു. ക്രൈംബ്രാഞ്ച് പോരാന്ന് തോന്നുമ്പോൾ CBIയെ ഏൽപ്പിക്കുന്നു. ഇതിനെല്ലാം കൂടി പാവപ്പെട്ട ക്ഷയരോഗി ഉൾപ്പെടെ കൊടുത്ത പൈസ മുഴുവൻ ഇവർ തിന്നും കുടിച്ചും മൂടിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഒരു രഹസ്യം ചോർത്തിക്കിട്ടുന്നതിന് കണക്കെഴുതാതെ പണം ചെലവാക്കാം. ലക്ഷങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥിതിയിലും. Am I right, advocate? എന്നാൽ അങ്ങനൊന്നുണ്ട്, അറിഞ്ഞുകൊള്ളുക. അതായത് വാർത്ത കൊടുക്കുന്നവർ, അതിനൊരു ഇംഗ്ലീഷ് പേരുണ്ടല്ലോ, ഇൻഫോമേഴ്സ്. ഒരു ഇൻഫോർമർക്ക് കൊടുക്കുന്ന കൂലി വെളിപ്പെടുത്തേണ്ടതില്ല. ഇൻഫോർമറുടെ പേര് വെളിപ്പെടുത്തേണ്ടതില്ല. ചൗപ്പാട്ടിയിൽ
ബോംബെയിൽ സ്വാമിജിമാരാണ് ഈ ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. പോലീസിന് ഇൻഫോർമറായും കുറ്റവാളികൾക്ക് ഇൻഫോർമറായും ഒരേ തലത്തിൽ പ്രവർത്തിക്കുന്നവർ അവിടെയുണ്ട്. ചിലപ്പോ രണ്ട് സ്ഥലത്തുനിന്നും കാരണം ഇൻഫോർമർ വലിയ ആർത്തി വരുമ്പോ രണ്ട് സ്ഥലത്തും ഒതുക്കാൻ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കും. ഒതുക്കൽ നടക്കാതെ പോയാൽ കിട്ടും. അവിടെ ഇത്രയും പണവും ചെലവഴിച്ച് അവസാനം കേസിന് തുമ്പും തുരുമ്പുമില്ല എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ വീണ്ടും നമുക്ക് അജ്ഞേയമായ ഏതോ ഒരു നീതി നടപ്പാവുകയല്ലേ? പ്രകൃതിയാ? ചോദ്യം മനസ്സിലായില്ല. പ്രകൃതിയാ? പകരം ഒരാളെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്നുവെങ്കിൽ ആദ്യം ഒരാൾ ക്രൂരനായ ഒരു കൊലപാതകിയുടെ കയ്യിൽ കൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് നിങ്ങളും ഞാനും ദുഃഖിക്കുമ്പോൾ നിരപരാധിയായൊരു മനുഷ്യൻ നിയമം കൊണ്ട് തൂക്കിലേറുന്നു എന്നും പറയേണ്ടി വരില്ലേ? നിയമം ഒരുമാതിരി അറിയാവുന്ന ഒരാളിന്റെ സഹായമോ നിയമം ഒരുമാതിരി സ്വയം അറിയാവുന്നവനായിരിക്കുകയോ ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർ വ്യക്തമായി എഴുതി വെക്കുന്ന ഒരു എഫ്ഐആറിൽ നിന്ന് തലയൂരാൻ പറ്റുമോ? നിങ്ങൾ നിരപരാധിയാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയുമെങ്കിലും അതിലെഴുതി വെച്ച വർണ്ണങ്ങൾ എഴുതുമ്പോൾ വ്യക്തതയിലാണ് എഴുതിയതെങ്കിൽ പണി കുറെ കൂടുതലാണ്. പഴുത് വളരെ വിഷമമാണ് കണ്ടുപിടിക്കാൻ. അപരാധിയെ നിരപരാധിയാക്കുവാനും നിരപരാധിയെ അപരാധിയാക്കുവാനും നിയമത്തെ അവലംബിച്ചെഴുതുന്ന ഒരു എഫ്ഐആറിന് എളുപ്പമാണ്. അങ്ങനെ തൽക്കാലം നമുക്ക് പറയാൻ പറ്റും. അതെനിക്ക് മനസ്സിലാകുന്നു. ആദ്യത്തെ തലകുടിക്കിന് ശേഷം രണ്ടാമതപ്പോ എനിക്കത് മനസ്സിലായി. ഞാനത് കരുതിയതാണ്. ഞാൻ രണ്ടും കരുതിയിട്ട് ആദ്യമൊരു ചോദ്യം അങ്ങനെ ചോദിച്ചത്. മുൻ അപരാധങ്ങൾ എനിക്കും നിങ്ങൾക്കും ധാരാളമുണ്ട്. ചോദ്യം കള്ളന്മാരുള്ള സമയമാണ്, ഭക്ഷണം കൊടുക്കുക. നിങ്ങൾ വിഷയം വിട്ടുപോയി. നിങ്ങൾ എന്നെ കൊണ്ട് കുറെ ദൂരം പോകുമ്പോ ഭക്ഷണം കൊടുക്കുക കള്ളന്മാരുള്ള കാലമാണ്. എങ്ങനെ കൊടുക്കുമെന്നുള്ളതാണ്. ആരെങ്കിലും വരണ്ടെന്നുള്ളതാണ് ആദ്യത്തത്. അന്നം എടുത്തു വെച്ചാൽ അന്നത്തിന്റെ ആവശ്യമുള്ള എല്ലാ ജീവജാലങ്ങളും എത്തും. അന്നമില്ലാത്തതുകൊണ്ടല്ല. നിങ്ങളൊക്കെ വീടുകളിൽ കഴിക്കാൻ ധാരാളമുള്ളവരാണ്. വന്നു പോയവരൊക്കെ കഴിക്കാൻ ധാരാളമുള്ളവരാണ്. നിങ്ങളുടെ ക്യാമ്പ് നടക്കുമ്പോൾ ഇതിലെ കടന്നു പോകുന്ന ഒരു രോഗിയോ ഒരു അയൽവക്കക്കാരനോ പുറത്തുനിന്ന് വന്ന ഒരു ഉന്നത മനുഷ്യനോ ഇവിടെ വരുമ്പോ അയാൾ അവിടെ നിന്ന് തൊഴുതിട്ടിറങ്ങി വരുമ്പോ നിങ്ങളൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുവെങ്കിൽ അയാളുടെ ഉള്ളിൽ ആ അന്നം കാണുമ്പോൾ ഒരാഗ്രഹമുണ്ട്. അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാൽ പോലും പ്രസാദം എന്നെ ഒന്ന് വിളിക്കുമെന്ന്. വേസ്റ്റ് ആക്കാതിരിക്കാൻ അവര് രജിസ്ട്രേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സമയത്ത് വരുന്ന ആളുകൾക്ക് കൊടുത്തിട്ടുമുണ്ടെന്ന് തോന്നുന്നു.
അതുകൊണ്ട് എനിക്ക് പറയാമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഫീൽ ചെയ്യും. ആ സമയത്ത് അവരിലൂടെ ഒരു ഭാവം പോവും. അന്നമില്ലാത്തതുകൊണ്ടല്ല, കഴിക്കാൻ കിട്ടില്ലാത്തതുകൊണ്ടല്ല, വീട്ടിൽ കഴിക്കുന്നതിനേക്കാൾ, പൈസ കൊടുത്ത് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ അതിൽ പങ്കാളിയായി കഴിക്കുന്നതിൽ ആഗ്രഹമുണ്ടാവുക അത് മനസ്സിന്റെ താഴ്മയിലുണ്ടാകുന്നതാണ്. എന്നാൽ ഒന്നും കഴിക്കാനില്ലാത്തവൻ പോലും ആ പൊതുവായ സ്ഥലത്ത് നിന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവനുണ്ടാവും. എനിക്ക് വേണ്ട. അത് അപേക്ഷയിൽ പങ്കുചേരാൻ പറ്റാത്ത മനസ്സാണ്. അപ്പൊ അന്നം ആഗ്രഹം കൊണ്ടല്ല വന്നുചേരുന്നത്, അന്ന സ്വഭാവം കൊണ്ടാണ് വന്നുചേരുന്നത്. ഞാൻ കഴിക്കാൻ പോകുന്ന അന്നത്തിന്റെ ഒരു ഭാഗം എന്റെ സമഷ്ടി യജ്ഞത്തിന്റെ അതിഥി ഭോജനത്തിന്റെ ഭാഗമായി തീരണമെന്ന എന്റെ ആഗ്രഹം കൊണ്ടാണ് ആളുകൾ എത്തുന്നത്. അല്ലാതെ നിങ്ങൾ കൊടുക്കുമെന്നുള്ളത് കൊണ്ടെത്തുകയല്ല. ധാനെ ധാനെ മേ ലിഖാ ഹേ ഖാനെ വാലേ കാ നാം. ഉണ്ടാക്കുന്നവന്റെ പേര് ധാന്യത്തിൽ എഴുതിയിട്ടില്ല. കഴിക്കാനുള്ളവന്റെ പേര് നിർബന്ധമായും എഴുതിയിട്ടുണ്ട്. അന്തരംഗ സാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിധികൾ ഒട്ടേറെയുണ്ട്. ബാഹ്യസാധനകളുടെ തലങ്ങളിൽ നിന്ന് വളരെ ലോലവും വളരെ ലളിതവും വളരെ സുതാര്യവുമാണ് ഈ നിയമം. ഒരാൾക്കെങ്കിലും ഓരോ ആഹാരത്തിലും പറ്റിയില്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യത്തെ ആഹാരത്തിലെങ്കിലും ഒരു പങ്ക് ദാനം ചെയ്യാൻ കഴിയും. മനുഷ്യമാത്രാഭിമാനിയായ ഞാൻ ഒട്ടേറെ ജീവജാലങ്ങളിൽ നിന്നാണ് അറിവും ആഹാരവും ഒരുപോലെ സമ്പാദിക്കുന്നത്. അതിന്റെ ഒരു അംശം ജീവജാലങ്ങൾക്ക് കൊടുക്കണം. ഇതും വിധിയാണ്. അപ്പോ അച്ഛനെ ദൈവത്തെ പോലെ കരുതണം, അമ്മയെ ദൈവത്തെ പോലെ കരുതണം, അതിഥിയെ ദൈവത്തെ പോലെ പൂജിക്കണം, അന്നത്തെ ദാനം ചെയ്യണം. കയ്യിലുള്ളത് എന്തും കുറച്ചു ഭാഗം സമഷ്ടിക്കായി ദാനം ചെയ്യണം. കയ്യിൽ വരുന്ന ധനധാന്യാദികളെ ഒരു ഭാഗം സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം, പൂർത്തകർമ്മങ്ങൾക്ക് വേണ്ടി. ഗോശാലകൾ, തണ്ണീർപ്പന്തലുകൾ, ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. ഇതെല്ലാം വിധിയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇത്രയാവും മനസ്സൊന്ന് ചാഞ്ഞു വരും. അപ്പോൾ മനസ്സിനകത്തേക്ക് നോക്കാൻ എളുപ്പമുണ്ടാകും. മനസ്സിന്റെ പുറത്തേക്കുള്ള ചാഞ്ചാട്ടം കുറയും. ദാനം സത്യസങ്കല്പത്തോടുകൂടി വേണം. ശ്രദ്ധയാ ദേയം, അശ്രദ്ധയാ അദേയം. അശ്രദ്ധമായി ഒന്നും ദാനം ചെയ്യരുത്. ശ്രദ്ധ സത് സത്യം ധീയതേ ഇതി സഥ. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യ അവധാരണ സാ സദ. സത് സത്യം ധീയതേ ഇതി സദ എന്ന് ശങ്കരൻ നല്ലപോലെ ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള വിശ്വാസം.
വിവേകചൂടാമണിയിൽ പറയുന്നുണ്ട്. എന്തു കൊടുക്കുമ്പോഴും എന്റെ എന്ന ബോധത്തെ നിവർത്തിപ്പിച്ചിട്ട് എന്നിട്ട് കൊടുത്താലും പോരാ, അവന്റെ എന്ന ഉടമസ്ഥത അതിൽ ചേർത്തു വച്ചിട്ട് മാത്രമേ ദാനം ചെയ്യാവൂ. സ്വസ്വത്വ നിവൃത്തി, പരസ്വത്വാപാദനം ദാനം. ഇല്ലതൊന്നും ദാനം ചെയ്യരുത്. എന്റെ സ്വത്വം നിവർത്തിക്കാത്ത ഒരു വസ്തുവും എടുത്ത് ഒരാൾക്കും കൊടുക്കരുത്. അത് അശ്രദ്ധമായ ദാനമാണ്, പാപമാണ്.